ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഇവിടെ സമ്പാദിച്ച് കാണുമ്പോൾ ഇതെല്ലാം തനിക്ക് എന്നും ഉതകും എന്നാണ് കരുതുന്നത്. നാം വളരെ കഷ്ടപ്പെട്ട് നേടിവെച്ച സമ്പത്തുകളിൽ ഒന്നുപോലും നമുക്ക് ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പിന്നെ എന്തിനാണിതെല്ലാം വാരിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ആർത്തി തന്നെ. എത്ര നേടിയാലും മനസ്സ് വീണ്ടും വീണ്ടും വേണം എന്ന് പറയും. അതതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി മനസ്സിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രമായി നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിനെ നാം നമ്മുടെ വരുതിയിൽ വരുത്താൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധീരൻ. ആ ധൈര്യമാണ് നാം സമ്പാദിക്കേണ്ടത്. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ആ ധൈര്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു കവി പറയുന്നു, പൊരുതി നേടിയ ധനസമൃദ്ധിയിൽ ഒരു കണം പോലും കയ്യിൽ കരുതുവാനൊടുവിലിരുകരം മലർന്നു മരവിക്കും. പൊരുതി നേടിയ ധനസമൃദ്ധിയിൽ, പണമുണ്ടാക്കാൻ വേണ്ടി എത്ര പാടുപെടുന്നു. രാവും പകലുമില്ലാതെ ആയുഷ്കാലം മുഴുവൻ കോടികൾ സമ്പാദിച്ചു വെച്ചു, ശത്രുക്കളെ മാത്രം സൃഷ്ടിച്ചു. പണത്തോടാർത്തി കുറഞ്ഞില്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. അവസാനം അനധികൃതമായി പണം സമ്പാദിച്ചതിന് പിടിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട്. റൈഡ് നടത്തുന്നതിനിടയിൽ ഈ അടുത്ത ഒരു കോടീശ്വരൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. പൊരുതി നേടിയ ധനസമൃദ്ധിയിൽ, വളരെ കഷ്ടപ്പെട്ട് നേടിവെച്ച ആ ധനസമൃദ്ധിയിൽ ഒരു കണം പോലും കയ്യിൽ, ഒരു അല്പം പോലും, ഒരു കണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും കയ്യിൽ കരുതുവാനൊടുവിൽ, തൻ്റെ കയ്യിൽ കരുതുവാൻ സാധിക്കുകയില്ല. കരുതുവാനൊടുവിൽ ഇരുകരം മലർന്നു മരവിച്ചിടും. കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോവാൻ കരുതുകയാണെങ്കിൽ ആ കയ്യാണെങ്കിൽ മരവിച്ചേ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നു. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ സുഖമായി ജീവിക്കുക. സുഖം നമുക്ക് സമ്പത്ത് കൊണ്ടല്ല, സമ്പത്ത് നമുക്ക് ആവശ്യമാണ് ജീവിക്കാൻ. ഈ ദേഹരക്ഷയ്ക്ക് സമ്പത്ത് ആവശ്യമാണ്. അതാണ് ഒരു മനുഷ്യൻ നേടേണ്ട 4 കാര്യങ്ങൾ. ധർമ്മം, ആദ്യം ധാർമ്മികമായ വിധത്തിലുള്ള കർമ്മം ചെയ്യണം. തനിക്കും മറ്റുള്ളവർക്കും ദുഃഖം വരാത്ത വിധത്തിലുള്ള കർമ്മത്തിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ധാർമ്മികമായ രീതിയിൽ നാം ഈ ദേഹത്തെ രക്ഷിക്കുന്നതിന് അർത്ഥം സമ്പാദിക്കുന്നു. സമ്പത്ത് അനിവാര്യമായ ഘടകമാണ്. പിന്നത്തേതോ, നമ്മുടെ ഉള്ളിൽ അനവധി ജന്മസംസ്കാരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഈ വംശം നിലനിൽക്കുകയും വേണം. അതിനായി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. അതിലൂടെ തൻ്റെ കർമ്മവാസനകൾ അവസാനിക്കണം. ഏകദേശം ഒരു 60 വയസ്സാകുമ്പോഴേക്കും. പിന്നീടുള്ള കാലം നമുക്ക് എന്ന് പറയപ്പെടുന്നു. അതാണ് ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിച്ച് മോക്ഷത്തിനായി കാമിക്കുക. മോക്ഷം എന്നാൽ സർവ കെട്ടുപാടുകളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചിതനാകണം നമ്മൾ. ആ മോചിതനാകുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് നേടണം. പക്ഷെ അല്ലാതെ ജീവിതത്തിൽ പണം സമ്പാദിക്കൽ മാത്രം ഒരു ഹരം പോലെ അതിനായി ജീവിതം കുഴിഞ്ഞു വെച്ചവർക്ക് ആ സമ്പത്ത് ദുരിത കുഴിയിൽ അവരെ ചാടിക്കുക മാത്രമേ ചെയ്യൂ.
അർത്ഥാശ പെരുകിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വളർത്തണമെന്ന മോഹം കൂടുകയേ ഉള്ളൂ, ഒരിക്കലും കുറയുകയില്ല. മനസ്സ് ദുഃഖത്തിൻ്റെ അഗാധഗർത്തത്തിൽ നമ്മെ കൊണ്ടുപോയി ചാടിക്കുന്നു. പൊരുതി നേടിയ ധനസമൃദ്ധിയിൽ ഒരു കണം പോലും കയ്യിൽ കരുതുവാനരുതൊടുവി ഇരുകരം മലർന്നു മരവിച്ചിടും. ഇരുകരം കയ്യൊക്കെ മലർന്നിരിക്കും, പക്ഷേ അത് മരവിച്ചിരിക്കും. ഒരു കണം പോലും അതിൽ വയ്ക്കാനോ എടുക്കാനോ കൊണ്ടുപോകാനോ കയ്യൊന്ന് ചലിക്കണ്ടേ, ശരീരം ചലിക്കണ്ടേ? പിന്നെ മനസ്സാണെങ്കിൽ ശരീരമില്ലെങ്കിൽ മനസ്സിന് പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. ശരീരമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. ശരീരവും മനസ്സും കൂടെ കൂടുമ്പോൾ, ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും കൂടെ കൂടുമ്പോൾ മനസ്സിൻ്റെ ഇഷ്ടത്തിന് വിധേയമായി ലോകഭോഗങ്ങളുടെ പുറകെ ഓടിക്കും ഈ ശരീരത്തെ. അവിടെ ബുദ്ധിയുടെ കടിഞ്ഞാൻ നമുക്ക് വേണം. ഇതൊക്കെ എന്തിന്? നമ്മുടെ ഈ ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നതുകൊണ്ടാണ് മനസ്സിൻ്റെ പിടിയിൽ അമരുന്നത്. ജീവിത ലക്ഷ്യം ഇതൊന്നുമല്ല, സ്വതന്ത്രമാവലാണ്, മോക്ഷമാണ് ഓരോ ജീവൻ്റെയും പരമലക്ഷ്യമായിരിക്കുന്നത്. ആ മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പൊരുതി നേടിയ ധനസമൃദ്ധിയിൽ ഒരു കണം പോലും കയ്യിൽ കരുതുവാനരുതൊടുവിലിരുകരം മലർന്നു മരവിച്ചിടും.